നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് യമനിൽ നിന്നും വിക്ഷേപിച്ച ഒരു മിസൈൽ, ഒരു ബാലിസ്റ്റിക് മിസൈൽ സൗദി അറേബ്യയിൽ പതിച്ചിരിക്കുന്നു. ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച മിസൈൽ അത് സൗദിയിൽ പതിച്ചതാണ് എന്ന രീതിയിലാണ് ഈ വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. കാരണം സൗദിയും ഹൂത്തികളും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. നേരത്തെ സൗദിക്കെതിരെ ഹൂത്തികൾ ആക്രമണം നടത്തിയിരുന്നു. ആ സമയത്ത് സൗദിയെ സഹായിക്കാമെന്ന് പറഞ്ഞ് അമേരിക്ക രംഗത്തെത്തിയിരുന്നു. എന്നാൽ പാതി വഴിയിൽ അമേരിക്ക സൗദിയെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട ഒരു ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. പിന്നെ ഇസ്രായേലിനെ ഇവിടെ തുടർച്ചയായി ഹൂത്തികൾ ഇപ്പോഴും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേലിലേക്ക് തൊടുത്ത മിസൈലുകളൊക്കെ ഇസ്രായേലിൽ തന്നെ ചെന്ന് പതിച്ചിട്ടുണ്ട്. പലപ്പോഴും പല മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ഇസ്രായേലിന് കഴിയുന്നുണ്ട് എന്നവർ അവകാശപ്പെടുന്നു. എന്നാൽ ഇസ്രായേലിൽ വലിയ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഹൂത്തികളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട്. അതായത് ബെൻഗുറിയാൻ എയർപോർട്ട് അടച്ചുപൂട്ടി. കടൽ വഴി മാത്രമല്ല, ആകാശം വഴിയും ഇസ്രായേലിലേക്കും ഇസ്രായേലിൽ നിന്ന് പുറത്തേക്കുമുള്ള യാത്രകൾ അല്ലെങ്കിൽ മറ്റ് നീക്കങ്ങൾ ഹൂത്തികൾ തടഞ്ഞിരിക്കുകയാണ്. ഹൂത്തികളുടെ നീക്കം അത് ഇസ്രായേലിന് കൊണ്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ടെല്ലവീവ് സിറ്റിയെ, ജെറുസലേമിനെ, ജാഫയിലെ സൈനിക സൈറ്റിനെ തുടർച്ചയായി ഹൂത്തികൾ ലക്ഷ്യം വെക്കുകയാണ്. ചില മിസൈലുകൾ ഇസ്രായേൽ തടഞ്ഞു എന്ന് പറയുമ്പോൾ ഹൂത്തികളുടെ അവകാശവാദം ഞങ്ങൾക്ക് ലക്ഷ്യം കാണാനായി എന്നുള്ളതാണ്. ലക്ഷ്യം തെറ്റി പായുന്ന ഒരു മിസൈൽ അല്ല ഹൂത്തികളുടേത്. പലപ്പോഴും അത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹൂത്തികൾ ഇവിടെ ആദ്യമായി അവർ ആക്രമണം നടത്തിയപ്പോൾ ഈജിപ്തിലെ മലനിരകൾക്കടുത്തുള്ള ഒരു പ്രദേശത്ത് അവരുടെ മിസൈൽ പതിച്ചിരുന്നു. ആ സമയത്തും അത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ലക്ഷ്യം തെറ്റിയതാണ് എന്ന രീതിയിലുള്ള വാർത്തകളാണ്. എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യയിൽ ഹൂത്തികളുടെ മിസൈൽ പതിച്ചപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലക്ഷ്യം തെറ്റിയെന്ന വാർത്തകൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ മറ്റു ചില ഊഹാപോഹങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ്. സൗദിയെ തന്നെയാണോ ഹൂത്തികൾ ലക്ഷ്യം വെച്ചത്? കാരണം ഈ സമീപകാലത്ത് സൗദി നടത്തിയ ചില നീക്കങ്ങൾ ഹൂത്തികളിൽ വ്യാപകമായി അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയെ ഒരു പാഠം പഠിപ്പിക്കും എന്ന രീതിയിൽ തന്നെയായിരുന്നു ഹൂത്തികൾ പലപ്പോഴും അവരുടെ പ്രതികരണങ്ങൾ. അമേരിക്കയുമായി സൗദി പുലർത്തുന്ന ബന്ധം തന്നെയാണ് ഹൂത്തികളെ പ്രകോപിതരാക്കുന്നത്. സൗദി അറേബ്യ അല്ലെങ്കിൽ സൗദി ഭരണാധികാരി രണ്ട് തോണിയിൽ കാലിടുന്നു എന്ന രീതിയിലാണ് ഹൂത്തികൾ നടത്തിയിരുന്ന ചില പരാമർശങ്ങൾ. ഒരേ സമയം അവർ ഗസയ്ക്കൊപ്പം നിൽക്കുന്നു, ഫലസ്തീനൊപ്പം നിൽക്കുന്നു. എന്നാൽ അമേരിക്കയെ പിൻവാതിലിലൂടെ സൗദി അറേബ്യ സഹായിക്കുന്നു. ഇവിടെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ സമയത്ത് ഏറ്റവും ആദ്യം അദ്ദേഹം ഫോണിൽ ബന്ധപ്പെട്ട ഒരു ഭരണാധികാരി സൗദി ഭരണാധികാരിയാണ്. ഇപ്പോഴും അമേരിക്ക നിലനിൽക്കുന്നത് സൗദിയുടെ സമ്പത്തിലാണ്. കഴിഞ്ഞ കോവിഡ് സമയത്ത് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായ ഒരു സാഹചര്യത്തിൽ സൗദി നടത്തിയ നിക്ഷേപം അതാണ് അമേരിക്കക്ക് നിവർന്നു നിൽക്കാൻ സഹായകരമായത്. അതുപോലെ തന്നെ മറ്റു പല വിധത്തിലുമുള്ള നിക്ഷേപം. അമേരിക്കയില്ലാതെ ഒരു കളിക്കും സൗദി അറേബ്യ തയ്യാറാകുന്നില്ല. അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. എന്നാൽ പലപ്പോഴും ഇസ്രായേലിനെതിരെ സൗദി ഭരണകൂടം പൊട്ടിത്തെറിക്കാറുണ്ട്. ഇത് സൗദി ആത്മാർത്ഥമായി ചെയ്യുന്നതല്ല എന്നാണ് ഹൂത്തികൾ പറയുന്നത്. ആത്മാർത്ഥമായിട്ടാണ് അവർ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് എങ്കിൽ അമേരിക്കയെ പിടിച്ചു പുറത്താക്കാൻ സൗദിക്ക് കഴിയണം. ഹൂത്തികളുമായി സൗദി യുദ്ധം ചെയ്ത സമയത്ത്, ഹൂത്തികൾ സൗദിയെ ആക്രമിച്ച സമയത്ത് അമേരിക്കയെ സഹായത്തിന് വിളിച്ചു. അന്ന് അമേരിക്കയെ നിലം തൊടാതെ ഹൂത്തികൾ പറപ്പിച്ചു. ഇപ്പോൾ യമനിലെ ഹൂത്തികൾക്ക് നേരെ അമേരിക്ക വ്യോമാക്രമണം നടത്തുകയാണ്. അമേരിക്കയുടെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇവിടെ സൗദി അറേബ്യ ഒരക്ഷരം പോലും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. സൗദിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് പ്രതികരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. നേരത്തെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് സൗദിയോ UAE-യോ ഖത്തറോ ആണെന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഈ ആരോപണത്തോട് സൗദി പ്രതികരിച്ചിരുന്നു. ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു സഹായവും ചെയ്തു കൊടുത്തിട്ടില്ല എന്നതായിരുന്നു സൗദിയുടെ പ്രതികരണം. എന്നാൽ ഇത് വിശ്വസിക്കാൻ ഹൂത്തികൾ തയ്യാറായിട്ടില്ല. എന്തായാലും ഇത്തരം ഒരു സാഹചര്യത്തിലാണ് സൗദി അറേബ്യയിലേക്ക് ഹൂത്തികളുടെ മിസൈൽ എത്തിയിരിക്കുന്നത്. ഹൂത്തികൾ അത് സൗദിയെ തന്നെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് എങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ ആക്രമണം സൗദിയിലേക്ക് നടത്താനുള്ള സാധ്യതയുണ്ട്. സൗദിയിലെ അമേരിക്കൻ സൈനിക സൈറ്റുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അത്തരമൊരു സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത്തരത്തിലുള്ള ചില ഊഹാപോഹങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കൃത്യമായ ഒരു സ്ഥിരീകരണമായിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഹൂത്തികളുടെ മിസൈൽ, ബാലിസ്റ്റിക് മിസൈൽ
സൗദി അറേബ്യയിൽ പതിച്ചിട്ടുണ്ട് എന്ന കാര്യം, അതിൽ യാതൊരുവിധ തർക്കവുമില്ല. ദി ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്.